ഫസ്റ്റ് വ്ളോഗാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് മുതൽ തുടങ്ങുകയാണ്. മിന്നു, ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണേ. ചേട്ടനാണെങ്കിൽ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അമ്പലമെത്തി. എന്തോ വിശേഷ ദിവസമാണെന്നാണ് തോന്നുന്നത്. നല്ല തിരക്കുണ്ട്. പൂജ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി ഇനി നേരെ തിയേറ്ററിലോട്ട്. 8:30-ക്കാണ് നമ്മുടെ ഷോ എമ്പുരാൻ. വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചത്. പക്ഷെ ഒട്ടും ടൈമില്ല. ചെന്നൈയിലെ ട്രാഫിക് വെച്ച് നോക്കുമ്പോൾ ഇനി വീട്ടിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് 2ാം പ്രാവശ്യം പോകാൻ ഒട്ടും ടൈമില്ല. പിന്നെ നേരെ അങ്ങനെ പോവാം എന്ന് വിചാരിച്ചു. അല്ലേ സുരേട്ടാ? ഇനി ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് മായാജാലിലാണ്. എനിക്ക് ഫസ്റ്റ് ഷോ തന്നെ ഫസ്റ്റ് ഡേ തന്നെ കാണണം എന്നായിരുന്നു. ചേട്ടനെക്കാളും ഇൻട്രസ്റ്റ് എനിക്കായിരുന്നു. നല്ല എക്സൈറ്റഡ് ആണ് അല്ലേ? അതെ. പിന്നെ അപ്പോ അങ്ങനെയാണ്. വേറെന്താ? അപ്പൊ നമുക്കിനി പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പടത്തിന് കയറാല്ലേ? കാരണം എന്താന്ന് വെച്ചാലില്ലേ, ഞാനിപ്പോൾ വീട്ടിൽ പോവാത്ത ഒരു കണക്കിന് നന്നായിട്ടോ. അല്ലെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കി ഇനി കഴിച്ചിറങ്ങണം. അപ്പോൾ പിന്നെ ഇതാകുമ്പോൾ പ്രശ്നമില്ലല്ലോ, പുറത്തുനിന്ന് കഴിച്ചിട്ട് ഇങ്ങനെ കയറല്ലേ. എങ്ങനെയുണ്ട് നൈറ്റ് വൈബ്സ്? ചെന്നൈ OMR ആണ് കേട്ടോ അത്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് തിയേറ്ററിലോട്ട്. ഇരുട്ടായി തുടങ്ങി. ഇന്നെന്തോ അത്ര ട്രാഫിക് ഇല്ലാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഫുൾ ബ്ലോക്ക് ആയിരിക്കും ഈ സമയത്തൊക്കെ. ഇനി പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും ഫുഡ് കഴിച്ചിട്ട് കയറണം. കാരണം നമുക്ക് 8:30-ക്കാണ് പടം. അപ്പോൾ പിന്നെ ഇടയ്ക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ലൈറ്റായിട്ടല്ല, ഹെവി ആയിട്ട് തന്നെ കഴിക്കണം. കാരണം എനിക്ക് വിശപ്പിൻ്റെ അസുഖമുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വേണം കയറാൻ. അമ്മ ഫോണും നോക്കുന്നുണ്ട്, ഇടയ്ക്കും ജ്യൂസും കുടിക്കുന്നുണ്ട്. അമ്മ ഹായ്. നമ്മുടെ പണിയാരം വന്നിട്ടുണ്ട്, കാണിച്ചു തരാം. പണിയാരം കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ഹൗ ഇസ് ഇറ്റ്? നല്ല ചൂട്. സൂപ്പർ. എങ്ങനെയായി? അടുത്ത കടയിലെ നല്ല ചൂട് ദോശ. എങ്ങനെയുണ്ട് മാമി? ഓക്കെ. തിയേറ്റർ എത്തി, മായാജാൽ. ഇനി സമയം 8 മണിയായി. ഇനിയിപ്പോൾ 20 മിനിറ്റ് കൂടി ഉണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. പടം തുടങ്ങി. അങ്ങനെ സിനിമ കഴിഞ്ഞു. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി 12 മണിയായിട്ടോ. 12 മണിയായപ്പോൾ ചെറിയൊരു വിശപ്പുണ്ട്. ഇവിടെയാണെന്ന് വെച്ചാൽ ഒരു തട്ടുകട പോലും ഇല്ല. അപ്പം ഇനി സാരില്ല, അങ്ങനെ പോവാം. സിനിമ എങ്ങനെയുണ്ട്? അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു സുരേട്ടാ സിനിമ? അലമ്പാക്കിട്ടുണ്ടല്ലേ? അപ്പോൾ ഇന്നത്തെ ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും പറയുന്നത് പോലെ തന്നെ തുടക്കമാണ്. ആകെ 3 ദിവസമേ ആയിട്ടുള്ളൂ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.